അപ്പോൾ നമുക്ക് വി ഡി സതീശൻ മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. കോൺഗ്രസിന് മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 മന്ത്രിമാരാകും ഉണ്ടാവുക എന്ന വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. മുസ്ലിം ലീഗിന് 5 മന്ത്രിമാർ ഉണ്ടാകും. കേരള കോൺഗ്രസിനും RSPക്കും CMPക്കും ഓരോ മന്ത്രിമാർ ഉണ്ടാകുമെന്നാണ് വിവരങ്ങൾ. അനൂപ് ജേക്കബിനും മാണി സി കാപ്പനും 2.5 വർഷം വീതം പങ്കിടും എന്നാണ്. അതായത് ടേം വ്യവസ്ഥയിലാണ്. അതിലിപ്പോൾ മാണി സി കാപ്പൻ നിരസം പ്രഖ്യാപിക്കുകയും താൻ 5 വർഷവും മന്ത്രിയായിരിക്കും എന്നൊക്കെയുള്ള പ്രഖ്യാപനം മാണി സി കാപ്പൻ്റെ ഭാഗത്തു നിന്നുണ്ട്. മന്ത്രിസ്ഥാനം ഉറപ്പാക്കിയവർ നമ്മൾ ഇന്നലെയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ രമേശ് ചെന്നിത്തല പ്രധാനിയാണ്. അതിൽ കെ മുരളീധരൻ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൈകാര്യം ചെയ്യും. ആരോഗ്യമായിരിക്കും കെ മുരളീധരൻ എന്നാണ് മനസ്സിലാക്കേണ്ടത്. രമേശ് ചെന്നിത്തലയ്ക്കാകട്ടെ ആഭ്യന്തരം വകുപ്പിൻ്റെ പ്രധാന പങ്കാളിത്തം ഉണ്ടാകും. കെ മുരളീധരൻ ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യും എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നു. സണ്ണി ജോസഫിന് റവന്യൂ ആണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. റവന്യൂ വകുപ്പ് നേരത്തെ നമുക്കറിയാം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കം കൈവശം വെച്ചിരുന്ന വകുപ്പാണ്. അത് സണ്ണി ജോസഫ് KPC അധ്യക്ഷനാണ്. അതിൽ പ്രാധാന്യമുള്ള ആളാണ്. AP അനിൽകുമാർ ഇന് ഒരു പക്ഷേ ടൂറിസം അല്ലെങ്കിൽ ടൂറിസം വകുപ്പ് നൽകും എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം ഇപ്പോൾ വിദ്യാഭ്യാസം 2 വകുപ്പായാണ്. അതിൽ ഉന്നത വിദ്യാഭ്യാസം കോൺഗ്രസ് കൈവശം വെച്ചാൽ അത് PC വിശ്വനാഥിന് നൽകും എന്നുള്ള സൂചനകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഒപ്പം ബിന്ദു കൃഷ്ണയും ലിജുവിന് എക്സൈസ് ആണ് പറഞ്ഞു കേൾക്കുന്നത്. പക്ഷേ ലിജു മറ്റ് വകുപ്പുകൾക്കാണ് താല്പര്യം പ്രകടിപ്പിക്കുന്നത്. എക്സൈസിൽ താല്പര്യമില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഏറ്റവും പുതിയ വിവരമായി പുറത്തു വരുന്നത്. ഒപ്പം ലിജുവും T സിദ്ദിഖും ചാണ്ടി ഉമ്മനും മന്ത്രിസഭയിലേക്ക് എത്തിയേക്കാം എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതിൽ നേരത്തെ പറഞ്ഞപ്പോൾ തിരുവഞ്ചൂർ സ്പീക്കർ സ്ഥാനത്തേക്ക് തിരുവഞ്ചൂർ എത്തും എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഡെപ്യൂട്ടി സ്പീക്കറായി N ശക്തൻ്റെയും ഒപ്പം ഷാനിമോൾ ഉസ്മാൻ്റെയും പേര് വരുന്നുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടിയുണ്ട്. VT ബൽറാമും പരിഗണനയിലുണ്ട് എന്നുള്ള വിവരമുണ്ട്. 2ാം വനിതാ മന്ത്രിയായി ഒരുപക്ഷേ ഷാനിമോൾ ഉസ്മാനോ KA തുളസിയോ വന്നേക്കാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. VV അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അരുണ്, ഇപ്പോൾ നമ്മൾ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ അതിൻ്റെ വലിയ ഘട്ടത്തിലാണ്. നമുക്കതിൻ്റെ വലിയ തോതിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. എന്താണ് മനസ്സിലാക്കേണ്ടത്? തിരുവഞ്ചൂർ സ്പീക്കറാകുമെന്നത് ഉറപ്പിച്ചോ? മറ്റ് ഘടകകക്ഷികൾക്ക് നൽകുന്ന വകുപ്പിൽ എന്തെങ്കിലും തീരുമാനം കോൺഗ്രസ് എടുത്തിട്ടുണ്ടോ? കാര്യങ്ങൾ ഈ സ്മൂത്തായി പോകുന്നുണ്ടോ? അത്ര സ്മൂത്ത് എന്ന് പറയാൻ കഴിയില്ല. കാരണം ഘടകകക്ഷികളുടെ കാര്യത്തിൽ ഇനിയും ചില വ്യക്തതകൾ വരേണ്ടതുണ്ട്. ലീഗിന് 5 മന്ത്രിസ്ഥാനം തന്നെ നൽകും, അത് ഉറപ്പായിരിക്കുന്നു. കോൺഗ്രസ് മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 മന്ത്രിസ്ഥാനം, കേരള കോൺഗ്രസിനും RSPക്കും CMPക്കും ഓരോ മന്ത്രിസ്ഥാനം നൽകുന്നുണ്ട്. പക്ഷേ തർക്കമുള്ളത് അനൂപ് ജേക്കബിന്റെയും മാണി സി കാപ്പന്റെയും കാര്യത്തിലാണ്. അതിൽ മാണി സി കാപ്പനും അനൂപ് ജേക്കബിനും 2.5 വർഷം വീതം മന്ത്രി സ്ഥാനം പങ്കിടണം, ആ ടൈം പങ്കിടണമെന്ന നിർദ്ദേശമാണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിൽ മാണി സി കാപ്പന് കടുത്ത അതൃപ്തിയുണ്ട്. അനൂപ് ജേക്കബും നേരത്തെ ഫുൾ ടൈം മന്ത്രിയായിട്ടുള്ള ആളാണ്. അവിടെ നിന്ന് ഈ 2.5 വർഷത്തിലേക്ക് ഒതുക്കുമ്പോൾ അനൂപ് ജേക്കബിനും അതിലൊരു വിഷമമുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു കടുത്ത നിലപാടൊന്നും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ മാണി സി കാപ്പൻ തുറന്നു തന്നെ എതിർക്കുകയാണ്. തനിക്ക് അതിന് കഴിയില്ല, 5 വർഷവും വേണമെന്ന നിലപാട് മാണി സി കാപ്പൻ സ്വീകരിക്കുന്നത് UDFനെ കുഴപ്പിക്കുന്നുണ്ട്. കേരള കോൺഗ്രസും 2 മന്ത്രിമാർ വേണമെന്ന ആവശ്യമാണ്. 7 MLA-മാരുള്ള തങ്ങൾക്ക് 2 മന്ത്രിമാർ വേണമെന്ന ആവശ്യമാണ് ഇപ്പോഴും ഉന്നയിക്കുന്നത്. ഇന്ന് വീണ്ടും ചർച്ചകൾ നടക്കും. കേരള കോൺഗ്രസുമായും ലീഗുമായും മാണി സി കാപ്പനുമായും ഒക്കെ വീണ്ടും ചർച്ചകൾ നടക്കും. അതിൽ അന്തിമ തീരുമാനം ഉണ്ടാക്കാനാണ് നോക്കുന്നത്. കേരള കോൺഗ്രസിനെ ഒരു മന്ത്രിസ്ഥാനത്തിൽ കൂടി നൽകില്ല എന്ന് ഉറപ്പാണ്. പകരം ചീഫ് വിപ്പ് പദവി അവർക്ക് നൽകാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. കോൺഗ്രസിലെ മന്ത്രിമാരുടെ കാര്യവും ഏറെക്കുറെ അവസാന ഘട്ടത്തിലേക്ക് ചർച്ചകൾ നീങ്ങുകയാണ്. രമേശ് ചെന്നിത്തല മുതിർന്ന നേതാവാണ്, ഏറ്റവും മുതിർന്ന നേതാവാണ്. അദ്ദേഹം ആഭ്യന്തര വിജിലൻസ് വകുപ്പുകളുടെ മന്ത്രിയായി VD സതീശൻ മന്ത്രിസഭയിൽ എത്തുമെന്ന് ഇന്നലെ തന്നെ ഉറപ്പായിരുന്നു. കെ മുരളീധരന്റെ പ്രധാനപ്പെട്ട വകുപ്പുകൾ ഉണ്ടാവും. ഒരുപക്ഷെ ആരോഗ്യം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ കെ മുരളീധരൻ, ആരോഗ്യം ദേവസ്വം ഉൾപ്പെടെ വകുപ്പുകൾ കെ മുരളീധരൻ നൽകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. സണ്ണി ജോസഫ് KPC അധ്യക്ഷനാണ്. റവന്യൂ വകുപ്പിലേക്കാണ് അദ്ദേഹത്തെ പരിഗണിക്കുന്നത്. AP അനിൽകുമാർ നേരത്തെ ടൂറിസം മന്ത്രിയായിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അതിലും മികച്ച വകുപ്പുകൾ വേണം എന്ന ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വച്ചത്. സുപ്രധാന വകുപ്പുകൾ വേണമെന്ന ആവശ്യം അദ്ദേഹം മുന്നോട്ട് വച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അനിൽകുമാറിന്റെ വകുപ്പുകളുടെ കാര്യം ഇനിയും ധാരണയാകേണ്ടിയിരിക്കുന്നു. PC വിഷ്ണുനാഥ്, കോൺഗ്രസ് വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുത്ത ഒരുപക്ഷെ വിഷ്ണുനാഥിനെ അതിലേക്ക് പരിഗണിക്കാം. അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് PC വിഷ്ണുനാഥിനെ നൽകും. ബിന്ദു കൃഷ്ണ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു. ലിജു, നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ എക്സൈസ് അടക്കമുള്ള വകുപ്പുകളാണ് ഇപ്പോൾ ലിജുവിന് വേണ്ടി പരിഗണിക്കപ്പെടുന്നത്. പക്ഷേ മറ്റേതെങ്കിലും വകുപ്പുകളിലേക്ക് മാറിയാലും അത്ഭുതപ്പെടാനില്ല. T സിദ്ദിഖ് മന്ത്രിസഭാ പ്രാതിനിധ്യം പ്രവേശനം ഉറപ്പാക്കിയിരിക്കുന്നു. KC വേണുഗോപാൽ പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് T സിദ്ദിഖ്. മലബാറിൽ നിന്നുള്ള മന്ത്രിയാണ്. മാത്രമല്ല വയനാടിനൊരു മന്ത്രി വേണം. പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലമാണ്, അവിടെ ഒരു മന്ത്രി വേണമെന്ന കൃത്യമായ ആവശ്യം
കെ സി വേണുഗോപാൽ പക്ഷത്തിൽ നിന്നുണ്ട്. അങ്ങനെയാണ് ടി സിദ്ദിഖ് മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ഉറപ്പിക്കുന്നത്. ചാണ്ടി ഉമ്മൻ മന്ത്രിസഭയിൽ ഏറെക്കുറെ പ്രാതിനിധ്യം ഉറപ്പിച്ചു കഴിഞ്ഞു. അദ്ദേഹം സ്പോർട്സ് യുവജനകാര്യം അടക്കമുള്ള വകുപ്പുകളാണ് ചാണ്ടി ഉമ്മൻ ലഭിക്കുമെന്ന് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ കാര്യത്തിൽ ഒരു ചെറിയ സംശയം ഇപ്പോഴുമുണ്ട്. അദ്ദേഹം മന്ത്രിസ്ഥാനം ആഗ്രഹിച്ച ആളാണ്. മന്ത്രിസ്ഥാനത്ത് പ്രധാനപ്പെട്ട മന്ത്രിസ്ഥാനത്തേക്ക് തന്നെ വരണമെന്ന നിലപാടുള്ള ആളാണ്. അദ്ദേഹമാകട്ടെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് തിരുവഞ്ചൂർ. ദീർഘനാളായി എം എൽ എ ആയിട്ടുള്ള ആൾ. അതിനുമപ്പുറത്തേക്ക് മന്ത്രിസ്ഥാനം വഹിച്ചയാൾ. തിരുവഞ്ചൂരിന്റെ പ്രധാനപ്പെട്ട പദവിയിലേക്ക് കൊണ്ടുവരണം. അത് മന്ത്രിസ്ഥാനമാണ് അദ്ദേഹവും അദ്ദേഹത്തിനൊപ്പമുള്ളവരും ആവശ്യപ്പെടുന്നത്. പക്ഷേ മറ്റ് സമവാക്യങ്ങളിൽ പരിഗണിക്കുമ്പോൾ തിരുവഞ്ചൂരിനെ സ്പീക്കർ സ്ഥാനത്തേക്ക് കൊണ്ടുവരാനാണ് ഇപ്പോൾ നേതൃത്വം ആലോചിക്കുന്നത്. സ്പീക്കർ സ്ഥാനത്തേക്ക് മുതിർന്ന ഒരു നേതാവ് വേണം. ഇടതുപക്ഷത്തെ സഭയിൽ നേരിടാൻ അംഗബലം കൊണ്ട് മാത്രം കാര്യമില്ല. പിണറായി വിജയൻ ഉൾപ്പെടെ നേതാക്കൾ സഭയിലുള്ളപ്പോൾ സ്വാഭാവികമായും വളരെ മോശം പാർലമെന്ററി കണക്കുകളിൽ വളരെ മോശമാണെങ്കിൽ പോലും ഇടതുപക്ഷം അതിശക്തമായി തിരിച്ചു വരാൻ ശ്രമിക്കും. സർക്കാരിന്റെ ഓരോ വീഴ്ചയും ശക്തമായി തന്നെ പ്രതിരോധിച്ചുകൊണ്ട് ആക്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ LDF ശ്രമിക്കുമ്പോൾ അവിടെ തിരുവനന്തപുരത്തെ പോലെ സമവായത്തിന്റെ പാത കൂടി വശമുള്ള ഒരു നേതാവ് വേണമെന്ന അഭിപ്രായമാണ് കോൺഗ്രസിൽ പൊതുവെ. അങ്ങനെയെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കറാകും. VT ബലറാമിന്റെ പേരും മന്ത്രിസ്ഥാനത്തേക്കും ഒരുപക്ഷെ സ്പീക്കർ പദവിയിലുമൊക്കെ പറഞ്ഞു കേൾക്കുന്ന പേരാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം അനുസരിച്ച് ഒഴിവാക്കപ്പെട്ടാലും അത്ഭുതപ്പെടാനില്ല. മറ്റൊന്ന് എൻ ശക്തന്റെ കാര്യമാണ്. എൻ ശക്തൻ നേരത്തെ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു. ജി കാർത്തികേയന് ശേഷം സ്പീക്കർ പദവിയിലും ഇരുന്ന ആളാണ്. അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന ആവശ്യം ശക്തമാണ്. പക്ഷേ ഇപ്പോഴത്തെ കണക്കുകളിൽ ശക്തന്റെ പേരില്ല. അത് കടുത്ത അതൃപ്തി ശക്തനിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഒരു പ്രത്യേക വിഭാഗത്തെ പ്രതികരിക്കുന്ന ആളാണ്. അവരുടെ വോട്ട് കൂടി പല മണ്ഡലങ്ങൾ കാട്ടാക്കട അടക്കം മണ്ഡലങ്ങളിൽ UDFന്റെ വിജയത്തിന് വഴി തുറന്നത് ആ സമുദായവുമായുള്ള നല്ല ബന്ധമാണ്. ശക്തനെ അവഗണിക്കുന്നതിൽ കടുത്ത എതിർപ്പ് ഉയർന്നു വന്നേക്കാം. അതുകൊണ്ട് ശക്തനെ ഏത് തരത്തിലെങ്കിലും ഉൾപ്പെടുത്താനുള്ള സാധ്യതകളാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. തീർച്ചയായും. അപ്പോൾ അരുണ, ഈ ഘടകകക്ഷികളുടെ പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കണം. നമ്മൾ സഹകരണം ആവശ്യപ്പെട്ടുണ്ട് CP ജോണെന്ന് അറിയുന്നു. കൃഷി വേണമെന്ന് ജോസഫ് ആവശ്യപ്പെടുന്നു. 2 മന്ത്രിസ്ഥാനം ഒപ്പം ആവശ്യപ്പെടുന്നു. മറ്റൊന്ന്, ടേം വ്യവസ്ഥയിൽ മാണി സി കാപ്പന് നീരസമുണ്ട്. താൻ 5 വർഷം മന്ത്രിയായിരിക്കുമെന്നൊക്കെ മാണി സി കാപ്പൻ പരസ്യമായി പ്രഖ്യാപിച്ചു എന്ന് കേൾക്കുന്നു. അങ്ങനെ ആ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് വേണം ഇന്ന് 2 മണിക്ക് ഗവർണറുടെ മുന്നിലേക്ക് എത്താൻ. 2 മണിക്ക് ലിസ്റ്റ് കൈമാറണം. സ്വാഭാവികമായും അതിനുള്ള തകൃതിയായ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞോ? ആ ചർച്ചകൾ ഇന്നലെ രാത്രി വൈകിയാണ് അവസാനിച്ചത്. ദീപാദാസ് മുൻഷി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഹൈക്കമാൻഡ് പ്രതിനിധികളോട് പങ്കെടുത്ത ചർച്ചകളാണ് ഇന്നലെ പുരോഗമിച്ചത്. ദീപാദാസ് മുൻഷിയാണ് ഇന്നലെ രാത്രി മാധ്യമങ്ങളോട് പറഞ്ഞത് 2 മണിക്ക് പട്ടിക ഗവർണർ കൈമാറും. അതിനു മുമ്പ് മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുമെന്ന് VD സതീശനും ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. 2 മണി വരെ ആണ് സമയം. 2 മണിക്കാണ് ഗവർണറുടെ സമയം തേടിയിരിക്കുന്നത്. ഇനി ഉള്ള മണിക്കൂറുകളിൽ ചർച്ച വളരെ വേഗത്തിൽ 5 മണിക്കൂറോളമാണ് ബാക്കിയുള്ളത്. വളരെ വേഗത്തിൽ പൂർത്തിയാക്കാനാണ് തീരുമാനം. ഇന്ന് രാവിലെ നേരിട്ടുള്ള ചർച്ച ഇതുവരെ ആരംഭിച്ചിട്ടില്ല. 10 മണിയോടുകൂടി ചർച്ചകൾ ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ആ മണിക്കൂറുകൾക്കുള്ളിൽ ചർച്ചകൾ പൂർത്തിയാക്കി വകുപ്പുകളുടെ കാര്യത്തിൽ തീരുമാനം. വകുപ്പുകൾ ഇന്ന് ഗവർണറെ അറിയിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഒരു ധാരണ മുന്നണിയിൽ ഉണ്ടാകണം. ഈ നേരത്തെ UDFന്റെ പരമ്പരാഗതമായ UDF സർക്കാരുകളുടെ കാലത്ത് ഓരോ പാർട്ടി നോക്കിയിരുന്ന വകുപ്പുകൾ മാത്രമല്ല, അത് ചില മാറ്റങ്ങളോട് കൂടിയാകും ഇത്തവണ വകുപ്പ് വിഭജനം പൂർത്തിയാക്കുക. അത് പിന്നീട് അതിന് പക്ഷേ സമയം ബാക്കിയുണ്ട്. ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ശേഷം ആ പട്ടിക കൈമാറിയാൽ മതി. പക്ഷേ അത് മുഖ്യമന്ത്രിയുടെ അധികാരവുമാണ് ഏതൊക്കെ മന്ത്രിമാർക്ക് ഏതൊക്കെ വകുപ്പുകൾ നൽകണമെന്ന കാര്യം. പക്ഷേ കോൺഗ്രസ് ആണ് പാർട്ടി. CPM ഒക്കെ തീരുമാനിക്കും പോലെ ഏകപക്ഷീയമായി തീരുമാനിച്ചു പോകാൻ കഴിയുന്ന ഒരു സംവിധാനമല്ല UDF എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ കൃത്യമായ ചർച്ചകൾ നടക്കണം. ആ ചർച്ചകളാണ് ഇന്നലെ രാവിലെയും രാത്രിയുമായും ഇനിയുള്ള മണിക്കൂറുകൾ നടക്കാൻ പോകുന്നത്. ഘടകകക്ഷികൾക്ക് കൂടി തൃപ്തമായ അവർ ആവശ്യപ്പെടുന്ന വകുപ്പുകൾ പരമാവധി കൊടുക്കാനും ഇല്ലെങ്കിൽ എന്തുകൊണ്ടത് കൊടുത്തില്ല എന്ന് ഘടകകക്ഷികളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങളാകും ഈ മണിക്കൂറുകൾ നടക്കുക. ആ ചർച്ചകൾ അധികം വൈകാതെ ആരംഭിക്കും. ഏതായാലും ഉച്ചയ്ക്ക് മുമ്പ് ഈ തീരുമാനങ്ങളൊക്കെ എടുക്കാം. അല്പസമയത്തിനകം മുസ്ലിം ലീഗിന്റെ നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് പാണക്കാട് ഹാളിൽ ചേരുന്നുണ്ട്. അതിനുശേഷം അവർ അവരുടെ മന്ത്രിമാരെ പ്രഖ്യാപിച്ചേക്കാം. അവരുടെ നിയമസഭയിൽ നയിക്കുന്ന ആൾ കുഞ്ഞാലിക്കുട്ടി തന്നെയും സ്വാഭാവികമായും ലീഗിന്റെ നേതാവ്. എങ്കിലും അത്തരം ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ വരണം. 5 മന്ത്രിമാരാണ് ലീഗിനുള്ളത്. 4 പേരുടെ പേര് ഏകദേശം വന്നിരിക്കുന്നു. ഇനി ഒരാൾ ആരെന്ന കാര്യത്തിൽ ചില അനിശ്ചിതത്വങ്ങൾ ബാക്കിയുണ്ട്. ആ ചർച്ചകൾ കൂടി പൂർത്തിയാക്കും. വിവരങ്ങൾ പങ്കുവെക്കുന്നത്